സോ എൻ്റെ പേര് ശില്പ. ഞാൻ യുകെയിൽ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ പുതിയ ചാനലാണ് ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ ഇങ്ങനെ ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വേണമെങ്കിൽ ഇതെൻ്റെ പാഷനാണെന്നൊക്കെ പറയാം. പിന്നെ ഇനി ഇതിൽ കൂടി ഇരുന്ന് നിങ്ങൾക്ക് എൻ്റെ ജേർണിയും അതുപോലെ തന്നെ ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഒക്കെ കാണാൻ പറ്റും. സോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗൊക്കെ പോയി. അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറവാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തായാലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. എന്തായാലും നമുക്ക് ഇത് പോയി കണ്ടിട്ട് വരാം. കമോൺ. സോ ഞാനിപ്പോൾ റെഡിയായി, നമുക്കെന്നാ പോകുന്ന വഴിക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി, ഞാനും എൻ്റെ ഫ്ലാറ്റിലുള്ള വേറൊരു ചേച്ചിയും കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടെ തന്നെയുള്ള സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. നമ്മുടെ അവിടെ നിന്ന് ട്രാമിനാണ് ഞങ്ങൾ പോകുന്നത്, മെട്രോയ്ക്ക്. അപ്പോൾ അവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ഉണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാനായിട്ട്. സോ നമ്മൾ കണ്ടോ ഗൈസ്, അതാണ് ഞങ്ങൾ പോകേണ്ട ട്രാം. പക്ഷേ ഞങ്ങളിപ്പം താമസിച്ചു. സോ അതിപ്പോൾ തന്നെ വിട്ടു പോയി. നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം എത്തണം. പിന്നെ നമ്മൾ ഇപ്പം ആ ട്രാം പോയത് കൊണ്ട് ഇനി നമുക്കൊരു 10 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യണം, എന്നാലേ ഉള്ളൂ അടുത്ത ട്രാം കിട്ടത്തുള്ളൂ. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 2 രീതിയിൽ ടിക്കറ്റ് എടുക്കാം. ഒന്ന്, നമ്മുടെ കാർഡ് വൈഫൈ എനേബിൾ ആകുമ്പോൾ നമ്മൾ അവിടെ വെറുതെ ടാപ്പ് ചെയ്താൽ മതി, എന്നിട്ട് ഇറങ്ങുന്ന സ്റ്റേഷനിൽ ടാപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റായിട്ട് എടുക്കാം. ഇപ്പം ട്രാമിൽ എന്ന് പറയുമ്പോൾ ഓരോ സോണായിട്ടുണ്ട് സിറ്റി മൊത്തം. അപ്പം നമ്മളിപ്പോൾ 4th സോണിലാണ് ഉള്ളത്. 4th സോണിൽ റൗണ്ട് ടോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ നമ്മളിപ്പം വിതിൻ ഷോ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം സോൺ 4 എന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. എന്നിട്ട് ഞങ്ങൾ സാധാരണ ഡേ കാർഡാണ് എടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും ഒരു ദിവസം നമുക്ക് എവിടെ വേണമെങ്കിലും സോൺ 4ൽ ട്രാവൽ ചെയ്യാം. ഒരു തവണ ടിക്കറ്റ് എടുത്താൽ മതി. സിംഗിൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഡേ കാർഡ് തന്നെയാണ് എടുക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്ത് ട്രാം വരാനായിട്ട് കാത്തിരിക്കുക. അടുത്ത ട്രാം വന്നു. എന്നാൽ നമുക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. Service to Manchester Airport. ഞങ്ങൾ വിതിൻ ഷോയിൽ ഇറങ്ങി. ട്രാം സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെയാണ് സിറ്റി സെൻറ്ററും. സോ നമുക്ക് അധികം നടക്കാനൊന്നും വേണ്ട. ഇവിടെ അസ്റ്റ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നത്. ഇവിടെ 2-3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് വില കുറച്ച് കിട്ടും. വില കുറവല്ല, ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇച്ചിരി ഇതൊക്കെയുള്ള അസ്റ്റ, പിന്നെ ലിഡില്, ആട്ടി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ട്. നമ്മൾ കൂടുതലും വരുന്ന അസ്റ്റയിലൊക്കെയാണ്. അതുപോലെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്രോളി എടുക്കാനായിട്ട് ഇവിടെ 1 പൗണ്ട് അതിലിടണം, എന്നാലേ ഉള്ളൂ ട്രോളി റിലീസായി കിട്ടത്തുള്ളൂ. സോ മിക്ക ദിവസം എൻ്റെ 1 പൗണ്ട് ചില്ലറായിട്ടൊന്നും കാണാറില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ബാസ്ക്കറ്റ് എടുത്ത് അതും തൂക്കി പിടിച്ചുകൊണ്ടാണ് നടക്കാറ്. ഇവിടെ എത്തി. എനിക്ക് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. ചേച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഓരോ സെക്ഷനൊക്കെ ആയിട്ട്, ഇത് വെജിറ്റബിൾ സെക്ഷൻ ഇപ്പോഴും ഉണ്ട്, ആ സൈഡിലും ഉണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു തണ്ണിമത്തം വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. തണ്ണിമത്തനൊക്കെ ഒടുക്കത്തെ വിലയാട്ടോ. നമ്മുടെ നാട്ടിൽ 350 രൂപയാണ് ഇവിടുത്തെ ഒരു തണ്ണിമത്തന്. കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന 3.5.
ഇവിടെ എല്ലാ ടൈപ്പ് ടൊമാറ്റോസും കിട്ടും. നമ്മുടെ ചെറിയ ബേബി ടൊമാറ്റോ, ഞങ്ങളെല്ലാം കറക്കിടാനായിട്ട് ഇതുപോലത്തെ വലിയ ടൊമാറ്റോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തക്കാളിയില്ലേ അതുപോലത്തെ തന്നെ വാങ്ങിക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ ചെറിയ ബേബി ടൊമാറ്റോ ഒക്കെ വാങ്ങിക്കും. ഇവിടെ നിറച്ച് നമ്മുടെ മീറ്റ് ഐറ്റംസ് അതെല്ലാം മറ്റേ പാക്ക്ഡ് ആക്കി വെച്ചിരിക്കും. മീറ്റ് എന്ന് പറയുമ്പം മീറ്റും ചിക്കനൊക്കെ വേറെ സൈഡിലാണ് ഉള്ളത്. ഇവിടെ മറ്റേ സ്ലൈസ് ആക്കി അത് ചെറിയൊരു കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് ആപ്പിൾ വാങ്ങിക്കണമായിരുന്നു. ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നതുകൊണ്ട് എല്ലാ സാധനവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് അധികമൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു. പിന്നെ വാങ്ങിക്കാനുണ്ടായിരുന്ന മെയിനായിട്ടും എനിക്ക് വാങ്ങിക്കാനുള്ള സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് വാങ്ങിക്കാനില്ലായിരുന്നു. വെറുതെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ചേച്ചി എന്തുകൊണ്ട് ബീൻസോ എന്തോ വാങ്ങിച്ചായിരുന്നു. നല്ല വിലയാ ബീൻസിനായാലും. എന്താണ്ട് ഒരു 100 രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ. ഇവിടെ ഓരോ സൈസ് സവാളയായിട്ട് കിട്ടുക. ഇപ്പം മെയിനായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ വൈറ്റ് സവാള വാങ്ങിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് മറ്റേ ഇച്ചിരി ചുമന്ന കളറിലെ സവാളയൊക്കെ ഇവിടെ അതും കിട്ടും. പക്ഷെ അതിന് ഇച്ചിരി കൂടി റേറ്റ് കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് തന്നെ നമുക്ക് 2-3 ടൈപ്പ് ഒനിയനുണ്ട്. ഞങ്ങളൊരു മീഡിയം സൈസ് ഒനിയനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങളൊരു ബൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിന് 9 പൗണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊരു 900 രൂപയിൽ കൂടുതൽ വരും. ചേച്ചി കണ്ടിട്ട് 9 പൗണ്ട് ബൊക്കെയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ ബാക്കി സാധനങ്ങളും കൂടിയൊക്കെ വാങ്ങിക്കാൻ പോകുമായിരുന്നു. ഞാൻ സാധാരണ ഈ എപ്പോഴും ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഓരോ ട്രിക്കൊക്കെ ചെയ്യും. ഇങ്ങനെ ഓരോ ഇവിടെ മറ്റേ ബർഗറിൻ്റെ മറ്റേ ഇത് കിട്ടും. അതിനകത്ത് വെക്കുന്ന ചിക്കൻ്റെ ഇതിൽ നമ്മുടെ സ്റ്റഫ് അത് കിട്ടും. അതിന് നല്ല ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് ബർഗർ ബണ്ണും കൂടി ഉണ്ടെങ്കിൽ മയണൈസൊക്കെ ഇട്ട് തട്ടിക്കൂട്ടി ഒരു ബർഗറൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് വാങ്ങിച്ച് വെക്കും. ഞാനതൊരു പാക്കറ്റും വാങ്ങിച്ചു. പിന്നെ ഇവിടെ മൊത്തം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫിഷ് ഐറ്റംസ് ഒക്കെയാണ്. മറ്റേ ചെമ്മീനൊക്കെ ഉണ്ട് അവിടെ. ഫ്രോസൺ ചെമ്മീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇത് മറ്റേ നമ്മുടെ ട്യൂണ ഫിഷാണ്. അത് മറ്റേ ടിന്നിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ മീൻ പീരയൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ ഗായ്സ്, നിരന്നിരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ഇതൊന്നും ഞങ്ങൾ വാങ്ങിക്കാൻ വന്നല്ല കേട്ടോ. ഞങ്ങൾ വെറുതെ കാഴ്ചക്കാർ മാത്രമാണ്.
നാട്ടിൽ പോകുന്നവരൊക്കെ വാങ്ങിച്ചിട്ട് പോവും. നമ്മൾ വാങ്ങിക്കാൻ വന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിച്ചേക്കല്ലേ. നമ്മൾ വെറുതെ കാഴ്ചക്കാരൊക്കെയാണ്, വെറുതെ നോക്കിയിട്ട് പോവുക. അപ്പൊ ഞങ്ങളോർത്ത് എന്നാ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോയേക്കാന്ന്. എന്തായാലും ആദ്യത്തെ വീഡിയോ ഒക്കെ അല്ലേ, എല്ലാരും കണ്ടു. പക്ഷെ ഇത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് UK എവിടെ നിന്നായാലും നമുക്ക് ഇത് മദ്യം വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ID കാർഡ് കാണിക്കണം കേട്ടോ, എന്നാലേ ഉള്ളു കിട്ടുള്ളൂ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ വിലയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. 29 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 2900-3000 പൗണ്ട് അടുത്തൊക്കെ വരും. അങ്ങനെ ഞങ്ങള് ആ റാക്കെല്ലാം ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് അവിടുന്ന് പയ്യെ ചലിച്ചു. ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, മെയിനായിട്ടും എനിക്കൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെയിനായിട്ട് ഒരു സാധനം വാങ്ങിക്കാനാണ് അസ്റ്റേ വന്നതെന്ന്. അത് വാങ്ങിക്കാൻ മറന്നു പോയെന്നുള്ളത് ഇപ്പോഴാണ് ഓർത്തത്. പിന്നെ ഞങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് അതിൻ്റെ ഇത് കഴിഞ്ഞു പോയായിരുന്നു. പിന്നെ പോയി കറങ്ങി ഒന്നുകൂടി വന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നതാ ഇതിൻ്റെ 5 കിലോ ഉണ്ടായിരുന്നെങ്കിൽ. ഇതാണ് ഗായ്സ് ഞാൻ തപ്പി വന്ന സാധനം, അരി. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ എനിക്ക് ചോറ് വെക്കാനുള്ള അരിയില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് ഞാൻ കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അത് തികയത്തില്ലല്ലോ. അതുകൊണ്ട് മെയിനായിട്ടും അരി വാങ്ങിക്കാനാണ് ഞാൻ പോയത്. UK നമുക്ക് ചോറുണ്ണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്നിട്ട് അരി വാങ്ങിച്ചു. സാധാരണ ഞാൻ ഒരു 5 kgയുടെയാണ് ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്, പക്ഷെ 5 kgയുടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് 2 കിലോയുടെ അരി ഉണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു ഇതെന്തോ ഒരു എന്തോ ടൈപ്പ് ഒരു യോഗട്ടാണ്, നല്ലയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ചേച്ചി ഇതിനു മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടില്ല, എന്നാൽ അതൊന്ന് ഒരെണ്ണം വാങ്ങിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി വാനിലയുടെ ഒരെണ്ണം എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഡൗട്ടായിരുന്നു. കാരണം അതിനകത്ത് 4 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആകത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം എടുത്ത് ഹെൽത്തിന് നല്ലതാന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എടുത്ത് ഇഞ്ചി വാങ്ങിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. എന്നാൽ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ഇഞ്ചി വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനത് മറന്നുപോയി. അവസാനം ഞാനത് വാങ്ങിക്കാതെയാണ് വീട്ടിലേക്ക് വന്നത്. ചേച്ചി വാങ്ങിച്ചു കേട്ടോ, വെളുത്തുള്ളി വാങ്ങിച്ചു. നമ്മുടെ മിൻറ്റും
അതുപോലെ മല്ലിയില ഒക്കെ ഇങ്ങനെയാക്കി മീൻസ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് പോലെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതും അങ്ങനെയും വെച്ചിട്ടുണ്ട്, അല്ലാതെ സെപ്പറേറ്റ് പാക്കേജ് ആയിട്ടും ഉണ്ട്. നമുക്ക് ഏതാന്ന് തന്നെ വാങ്ങിക്കാം. പിന്നെ ആദ്യത്തെ സ്ഥലത്ത് തന്നെ എത്തി. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല, അപ്പം ആദ്യമായിട്ട് ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മുടെ ഇത് ടിന്നിലാക്കി നമ്മുടെ ജാക്ക് ഡാനിയൽ കോക്കാണ്, പക്ഷെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വെറുതെ ഒന്ന് അതിലേക്ക് നോക്കി, കണ്ടോ? പിന്നെ ഞങ്ങൾ നോക്കിയപ്പം മിക്ക ഐറ്റംസും തന്നെ എല്ലാം ടിന്നിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കിച്ചൺ ടവലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്കും ഗ്ലൗസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാ. ഈ നാട്ടിലെ കിച്ചൺ ടവൽസ് മൊത്തം വെള്ള കളറിലാണ് കഴിച്ചിരിക്കുന്നത്. ഒരു തവണ തുടയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ചെളിയാവും. എനിക്ക് മറ്റേ ക്ലോത്ത് വാങ്ങിക്കണം, അത് എവിടെയായിരിക്കും? പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം മുഷിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും വാങ്ങിച്ചു ഒരെണ്ണം. അത് കളർ ക്ലോത്ത് ഉണ്ടോ? ഇല്ല, അതേ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടാവുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പം ആ സാധനം കാണാനില്ല. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് 1.55. നമ്മുടെ നാട്ടിലൊരു 160 പൗണ്ടൊക്കെ വരും. 185, 60 പൗണ്ടൊക്കെ വരും. 60 രൂപയൊക്കെ വരും. സോറി. ബാത്റൂം വാങ്ങിക്കണമായിരുന്നു. പാല് വാങ്ങിക്കണോ ചേച്ചി? ഞാനും അങ്ങനെ. പിന്നെ ആ സെക്ഷനിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും വാങ്ങിക്കാനില്ലായിരുന്നു. പിന്നെ എനിക്കൊരു ടോയ്ലറ്റ് ക്ലീനറും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അവിടെ നിന്ന് പോയിട്ടാണ് പിന്നെ ഓർത്തത്. പിന്നെ ഞാൻ പോയി അതെടുത്തു. പിന്നെ ഇവിടെ നിന്നൊന്നും നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ, പിന്നെ ഇവിടെ ഡ്രസ്സും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കൊച്ചു പിള്ളേരുടെയൊക്കെ ഉടുപ്പുകളൊക്കെ ഇരിക്കുന്നത്. അപ്പം സമ്മർ ആയതുകൊണ്ടാട്ടോ ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. വിൻ്റർ ടൈമിൽ വിൻ്റർ ഡ്രസ്സസ് മാത്രമേ കാണുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ നല്ല ഭംഗിയില്ലേ ഗൈസ് അത് കാണാനായിട്ട്. ഞാൻ ഓർത്തു, അപ്പം ആ ടൈമിൽ ഞാൻ നാട്ടിൽ പോയായിരുന്നു 1 month ബിഫോർ. പിന്നെ ക്രീമുകളൊക്കെ ഉള്ള സെക്ഷൻ പോയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടില്ല. ഭയങ്കര തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടും. അപ്പം ഓൾറെഡി എൻ്റെ കയ്യിൽ ഈ വാസ്ലിൻ്റെ ഇതാണ് ഏറ്റവും നല്ലത്. വാസ്ലിൻ്റെ ലിപ് ടിൻ്റ് ഉണ്ട്, അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഹാൻഡും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ശരിക്കും നമുക്ക് പൊട്ടും. അതുകൊണ്ട് ഞാനൊരു ഹാൻഡ് മോയ്സ്ചറൈസറും കൂടി വാങ്ങിച്ചു. എൻ്റെ ഹാൻഡ് വാഷ് ആയിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ ഏകദേശം ഞങ്ങൾ ഒരുമാതിരിയൊക്കെ വാങ്ങിച്ചായിരുന്നു. അധികമൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു, അത്രയും വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബിൽ പേ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിൽ ബിൽ പേ ചെയ്യാൻ പറ്റും.
ഒന്ന് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സെൽഫായിട്ട് ചെയ്യുവാണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ചേച്ചി ആദ്യം ചേച്ചിയുടെ സാധനങ്ങളൊക്കെ ബില്ലിട്ടു. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ബില്ലിട്ടു. അപ്പം ഏകദേശം ഒരു 15 പൗണ്ടോളം എനിക്കായി. എന്ന് പറയുമ്പം നാട്ടിലൊരു 1500 രൂപ, 1500 രൂപ കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ വേറൊന്നും ഇല്ലായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ വാങ്ങിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതോടെ തീരുക ഗൈസ്. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ബൈ.